പാലക്കാട് കരിമ്പുഴക്കാർ ഒരുമയുടെയും നന്മയുടെയും ചിത്രമാവുകയാണ്. കരിമ്പുഴ ക്ഷേത്രത്തിലെ സപ്താഹത്തിനെത്തുന്നവർക്ക് ഭക്ഷണം നൽകിയത് മഹല്ല് കമ്മിറ്റിയാണ്. നബിദിന റാലിക്ക് ക്ഷേത്ര കമ്മിറ്റി നൽകുന്ന സ്വീകരണവും ഇവിടെ പതിവാണ്. ഒരു നാടിൻ്റെ സന്തോഷവും സൗഹാർദ്ദവും മതേതരത്വവും നിറയുന്ന ഒത്തുകൂടലിൻ്റെ നേർക്കാഴ്ചയാണ് ഇനി. കരിമ്പുഴ ആറ്റാശ്ശേരി ചോലക്കുറിശി വിഷ്ണു ശിവക്ഷേത്രത്തിലെ നാരായണീയ സപ്താഹ യജ്ഞത്തോടനുബന്ധിച്ച് 7 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് നടക്കുന്നത്. 2ാം ദിനം ക്ഷേത്രത്തിലെത്തിയവർക്കുള്ള ഉച്ചഭക്ഷണത്തിന്റെ ചെലവ് വഹിച്ചത് കുന്നക്കാട് ജുമാ മസ്ജിദ് കമ്മിറ്റിയും ഹയാത്തുൽ ഇസ്ലാം മദ്രസയിലെ പൂർവ്വ വിദ്യാർത്ഥികളും ചേർന്നാണ്. സപ്താഹ യജ്ഞത്തിൽ പങ്കെടുക്കാനെത്തിയ 100 കണക്കിന് ഭക്തരാണ് അന്നദാനത്തിൽ പങ്കെടുത്തത്. ഇത് ഒരു നാടിന്റെ നന്മയുടെ ചിത്രമാണെന്നും ഐക്യം ഊട്ടിയുറപ്പിക്കുന്നതിന് കാരണമാകുമെന്നും കുന്നക്കാട് മഹല്ല് ഖത്തീബ് സൈദലവി ഫൈസി പറഞ്ഞു. വളരെ സന്തോഷം നിറഞ്ഞ ഒരു നിമിഷത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടുള്ളത്. പരസ്പരം ഇങ്ങനെ ഒരുമിച്ച് കൂടുമ്പോൾ സന്തോഷവും സൗഹാർദ്ദമൊക്കെ ഊട്ടിയുറപ്പിക്കാൻ ഇങ്ങനെയുള്ള പരിപാടികൾ നമുക്ക് കാരണമാണ്. നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ ഈ നിലനിൽക്കുന്ന ഈ ഐക്യവും സൗഹാർദ്ദവും അതൊക്കെ തുടർന്ന് നിലനിൽക്കണം. എല്ലാ മതവിശ്വാസങ്ങളെയും ആചാരങ്ങളെയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഈ നാടിന് ഇത് പുതുമയുള്ള കാര്യമല്ലെന്ന് വാർഡ് മെമ്പർ ഷാഹുൽ ഹമീദ് പറഞ്ഞു. ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അത്ഭുതമുള്ള കാര്യമല്ല. ഇവിടെ എല്ലാ മതവിശ്വാസികൾക്കും മതവിശ്വാസങ്ങളെയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു ജനവിഭാഗമാണ് ഈ ചോലക്കുറിശി പ്രദേശത്ത് ഉള്ള ആളുകൾ. അതുകൊണ്ട് തന്നെ ഇവിടെ ഐക്യവും വളരെ ഐക്യത്തോടെയും സൗഹാർദ്ദത്തോടെയുമാണ് ഇവിടുത്തെ ജനസമൂഹം ജീവിച്ചു പോരുന്നത്. ഈ നാട്ടിൽ ഇത്തരത്തിലുള്ള ഒരുമയുടെ കാഴ്ചകൾ പതിവാണ്. നബിദിന റാലിക്ക് ക്ഷേത്ര കമ്മിറ്റി നൽകുന്ന സ്വീകരണം എല്ലാ കാലത്തും ഉണ്ടാകാറുണ്ടെന്ന് ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് സി വിശ്വനാഥൻ പറഞ്ഞു. ഇങ്ങനെ ഒരു ഇത് കാണിച്ച നിങ്ങളുടെ സന്മനസ്സിന് ഞാൻ എൻ്റെ നിറഞ്ഞ മനസ്സുകൂടി, എൻ്റെ മനസ്സ് നിറഞ്ഞ് കവിഞ്ഞ് പതഞ്ഞൊഴുകുന്ന സന്തോഷത്തോടെ, ആവേശത്തോടെ, സ്നേഹത്തോടെ, ബഹുമാനത്തോടെ, ആദരവോടുകൂടി ഞാൻ എല്ലാവർക്കും സഹർഷം, സാദരം, സവിനയം നന്ദി പറഞ്ഞുകൊണ്ട് ഇനിയും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു സന്മനസ് നമ്മൾ ഒരു കുടുംബാംഗങ്ങളാണ് ആലോചിച്ചോളൂ. ഒരു അതൊക്കെ വേറെ കാര്യം. ന്യൂസ് മലയാളം, പാലക്കാട്.